നമസ്കാരം. കേരള ബഡ്ജറ്റ് മാനുവൽ ചാപ്റ്റർ 6 സ്വാഗതം. പാസിംഗ് ഓഫ് ദ ബഡ്ജറ്റാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. 54 മുതൽ 60 വരെ പാരാസയിലു. ഈ 54 മുതൽ 60 വരെയിൽ ഓരോ പാരാസും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നും ഒഴിവാക്കാനൊന്നുമില്ല. 54 ഒന്ന് നോക്കാം. പ്രസൻറ്റേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ആൻഡ് സർക്കുലേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ ഹെഡിങ്. അതിൽ പരീക്ഷയ്ക്ക് വന്നത് ഞാൻ പറയാം. 54 1, ഓൺ എ ഡേ ടു ബി ഫിക്സഡ് ബൈ ഗവർണർ വിച്ച് വിൽ നോർമലി ബി ടുവേഴ്സ് എൻഡ് ഓഫ് ഫെബ്രുവരി or the beginning of the March, the finance minister will present the budget to the legislative assembly. ഇതിൻ്റെ തീയതി, ബഡ്ജറ്റിൻ്റെ തീയതി ഫിക്സ് ചെയ്യുന്നത് ഗവർണറാണ്. ഫിനാൻസ് മിനിസ്റ്റർ ഫെബ്രുവരി അവസാനവും മാർച്ച് ആദ്യമോ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ കീവേഡ് ദ ഗവർണറാണ് ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഇത് അവതരിപ്പിക്കുന്നത്, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്ററാണെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് മാസം എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ ഡിസ്കഷൻ ആൻഡ് വോട്ടിംഗ് 55 1, ദ റൂൾ ഓഫ് പ്രൊസീജിയർ അഡോപ്റ്റഡ് ബൈ ദ അസംബ്ലി ഫോർ ദ കണ്ടക്ട് ഓഫ് ഫിനാൻഷ്യൽ ബിസിനസ് ആർ റീപ്രൊഡ്യൂസ്ഡ് ഇൻ അപ്പൻഡിക്സ് 7. അപ്പൻഡിക്സ് 7 പറഞ്ഞിട്ടുണ്ട്. അപ്പൻഡിക്സ് 7 ചോദ്യം ഒരു പ്രാവശ്യം വന്നു. 55 2, നോ ഡിസ്കഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ബഡ്ജറ്റിൻ്റെ അന്ന് ഡിസ്കഷനൊന്നുമില്ല. അത് പരീക്ഷയ്ക്ക് വന്നതാണ്. നോ ഡിസ്കഷൻ ഓഫ് ദ ബഡ്ജറ്റ് ഈസ് അലൗഡ് ഓൺ ദ ഡേ ഓൺ വിച്ച് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ടു ദി അസംബ്ലി. അസംബ്ലി നടക്കുന്ന ബഡ്ജറ്റ് അല്ലാണ്ട് വേറെ ചർച്ചകളൊന്നുമില്ല. ഓൺ എ ഡേ ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദ സ്പീക്കർ സബ്സിക്വൻറ്റ് ടു ദി ഡേ ഓൺ വിച്ച് ദ ബഡ്ജറ്റ് ഈസ് പ്രസൻറ്റഡ്. സ്പീക്കർ വേറൊരു ദിവസം ചർച്ചയ്ക്ക് തീരുമാനിക്കും. ആൻഡ് ഫോർ സച്ച് ടൈം ആസ് ദ സ്പീക്കർ മേ അലോട്ട്. അതിൽ ലാസ്റ്റ് സെൻറ്റൻസ്, ആ പാരഗ്രാഫിൻ്റെ 2 ലാസ്റ്റ്, ദ ഫിനാൻസ് മിനിസ്റ്റർ ഷാൽ ഹാവ് ദ റൈറ്റ് ടു റിപ്ലൈ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡിസ്കഷൻ നടന്ന് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡിസ്കഷനിൽ ഫിനാൻസ് മിനിസ്റ്റർ മറുപടി പറയും. 51ാമത്തെ പേജിൽ 55ാമത്തെ പേരിൽ 4ാമത്തെ സബ് പാര, ദ എസ്റ്റിമേറ്റ് റിലേറ്റിംഗ് ടു ദി എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി സബ്മിറ്റഡ് ടു ദി വോട്ട് ഓഫ് ദ അസംബ്ലി ബട്ട് ദിസ് ഡസ് നോട്ട് പ്രിവെൻറ്റ് ദ ലെജിസ്ലേറ്റീവ് ഫ്രം ഡിസ്കഷൻ ദിസ് എസ്റ്റിമേറ്റ്. അടുത്ത 56ാമത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടു ആ പാര. അടുത്ത 56ാമത്തെ പാരഗ്രാഫ് അപ്രോപ്രിയേഷൻ ബില്ലാണ്. അപ്രോപ്രിയേഷൻ ബില്ല് ഏത് പാരഗ്രാഫിലാണ് 2016 ചോദിച്ചിട്ടുണ്ട്. 56 1, ആസ് സൂൺ ആസ് മേ ബി ആഫ്റ്റർ ദ ഡിമാൻഡ് ഫോർ ഗ്രാൻസ് ആർ പാസ്ഡ് ബൈ ദ അസംബ്ലി എ ബിൽ നോൺ ആസ് ദ അപ്രോപ്രിയേഷൻ ബില്ല് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് to provide for the appropriation out of the consolidated fund of the state for all money required to meet the grants so made by the assembly and the expenditure charged on the consolidated fund of the state, but not exceeding in any case the amount shown in the statement previously laid before the assembly. അതിൽ ആദ്യത്തെ സെൻറ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തത് ഒന്ന് ശ്രദ്ധിക്കാം. 56 2, the schedule to the appropriation bill should show separately amounts to be authorized for expenditure on revenue account and expenditure on capital account. Where are scheduled? Reappropriation of fund between two being prohibited. അതിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ലീഗൽ അതോറിറ്റി ടു ഡ്രോ മണി ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഈസ് അപ്രോപ്രിയേഷൻ ആക്ട്. അത് പാരഗ്രാഫ് 4 അപ്രോപ്രിയേഷൻ ആക്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ പാരഗ്രാഫ് 4 പറയുന്നുണ്ട്. അതിൽ 4, 56ാമത്തെ പാരഗ്രാഫിൽ 4, അതൊരുപാട് തവണ ചോദിച്ചാണ്. ആ പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം. When the bill has been passed by the assembly,
It will be submitted to the governor for his അസെൻറ്റ്. ഗവർണറുടെ അംഗീകാരത്തിന് ബില്ല് അസംബ്ലിയിൽ പാസ്സാക്കിയതിന് ശേഷം ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കണം. ആഫ്റ്റർ വിച്ച് ദ ആക്ട് ആസ് ഇറ്റ് ഈസ് നൗ കോൾഡ്, നിയമസഭയിൽ പാസ്സാക്കിയിട്ട് ഗവർണറുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ആ ബില്ല് എന്താവും, ആക്റ്റ് ആവും. അതിൻ്റെ പേര് ആക്റ്റായിട്ട് മാറും ബില്ല്. അപ്രോപ്രിയേഷൻ ബില്ലിന് പകരം അപ്രോപ്രിയേഷൻ ആക്റ്റ് ആവും. ഈസ് പബ്ലിഷ്ഡ് ഇൻ ദ ഗവൺമെൻറ് ഗസറ്റ്, ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. Subject to the provision of Article 205 and 206 of the Constitution. No money can be drawn from the consolidated fund of the state until the appropriation bill has been enacted. അപ്രോപ്രിയേഷൻ ബില്ല് പ്രാബല്യത്തിൽ വരാണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഒരു പണവും പിൻവലിക്കരുത്. ആസ് ഇറ്റ് ഈസ് ദ സോൾ ലീഗൽ അതോറിറ്റി ഫോർ ദ അപ്രോപ്രിയേഷൻ ഓഫ് മണി ഫ്രം ദ ഫണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. വോട്ട് ഓൺ അക്കൗണ്ട് ഏത് പാരഗ്രാഫ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 57 57 വോട്ട് ഓൺ അക്കൗണ്ട് പാരഗ്രാഫ്. വോട്ട് ഓൺ അക്കൗണ്ട്. ദ ബഡ്ജറ്റ് ഗ്രാൻഡ് ഫോർ എ ഫിനാൻഷ്യൽ ഇയർ ലാപ്സ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ 31 മാർച്ച്. ഒരു സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഗ്രാൻഡ് മാർച്ച് 30 ലാപ്സ് ആവും. 30 വരെയാണ്. 30 കഴിഞ്ഞാൽ അത് ലാപ്സ്. ആൻഡ് കനോട്ട് ബി ക്യാരി ഓവർ ചെയ്യാനാവില്ല ടു മീറ്റ് എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് ദ എൻഷൂയിങ് ഇയർ. അറ്റ് ദ സെയിം ടൈം അടുത്ത പേജാണ് 52ാമത്തെ പേജ്. ഇറ്റ് ഹാസ് ഓഫൺ ബി ഫൗണ്ട് ഇംപ്രാക്ടിക്കബിൾ ഫോർ ദ ലെജിസ്ലേറ്റർ ടു കംപ്ലീറ്റ് ദ കൺസിഡറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ആൻഡ് മേക്ക് appropriation for the new financial year before that year beginning. Interim arrangement had therefore to be made to enable the department to carry on after March 31st until the budget considered in details and appropriation bill enacted. അതായത് ചില കാര്യങ്ങളിൽ ഫണ്ട് ക്യാരി ഓവർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അംഗീകാരത്തിന് വിധേയമായിട്ട് ചെയ്യാം. To meet such a contingency, Article 206 (1) of the Constitution has provided that the state legislature may make an advance grant as vote on account to meet the estimated expenditure for a part of new financial year. ചില ഘട്ടത്തിൽ നമ്മൾക്ക് ബഡ്ജറ്റില്ലെങ്കിൽ അത് തൊട്ട് താഴെ പറയുന്നത് ഫണ്ട് ദസ് വോട്ടഡ് ഓൺ അക്കൗണ്ട് ആർ സ്പെൻഡ് ഓൺലി ഓൺ സർവീസ് ഓൾറെഡി അപ്രൂവ്ഡ് ബൈ ദ ലെജിസ്ലേറ്റർ പാസ്സാക്കിയത് നമുക്ക് വോട്ട് ഓൺ അക്കൗണ്ട് വഴി നേരത്തെ പാസ്സാക്കിയത് ഓൾറെഡി അപ്രൂവ്ഡ് ബൈ ദ ലെജിസ്ലേറ്റർ. അടുത്ത വോട്ട് ഓൺ അക്കൗണ്ട് മേ ബിക്കെയിം നെസസറി. വോട്ട് ഓൺ അക്കൗണ്ട് ചില ഘട്ടത്തിൽ നെസസറിയാണ്. അത് ഏത് ഘട്ടമാണെന്ന് പറഞ്ഞു. ഓൾസോ വെൻ ദ ലെജിസ്ലേറ്റർ ഹാസ് ടു ബി ഡിസോൾവ്ഡ്. നിയമസഭ പിരിച്ചുവിടുന്ന സമയത്ത്. ഓർ ദർ ഈസ് എ ചേഞ്ച് ഓഫ് ഗവൺമെൻറ്. പെട്ടെന്ന് സർക്കാർ മാറുന്ന സമയത്തല്ല വോട്ട് ഓൺ അക്കൗണ്ട് ആവശ്യമാണ്. ബിഫോർ ഓർ ഇൻ ദ കോഴ്സ് ഓഫ് എ ബഡ്ജറ്റ് സെഷൻ ബിഫോർ കംപ്ലീഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ ബിസിനസ് ആൻഡ് ഇൻ ആൻ എലക്ഷൻ ഇയർ. ചില എലക്ഷൻ ഇയറിൽ വോട്ട് ഓൺ അക്കൗണ്ട് ചെയ്യണം. വെൻ ഡീറ്റെയിൽഡ് കൺസിഡറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് മേ ബി പുട്ട് ഓഫ് ടു ബി ടേക്കൺ ബൈ ദ ന്യൂ ഹൗസ്. അന്നേരം ഈ സെൻറ്റൻസിൽ ഇത് 2-3 പ്രാവശ്യം ഈ പാരഗ്രാഫ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് തവണ ചോദിച്ചതാണ്. പാരഗ്രാഫ് 57 എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ ചോദിച്ചതാണ്. അത് എല്ലാ സെൻറ്റൻസും എല്ലാ വേർഡും പ്രധാനപ്പെട്ടതാണ്. അത് രണ്ടാമത്തെ ശ്രദ്ധിക്കുക. എ വോട്ട് ഓൺ അക്കൗണ്ട് മേ ബിക്കെയിം നെസസറി ഓൾസോ വെൻ ദ അത് പറഞ്ഞു. അതിൽ മൂന്നാമത്തത് ഫോർ ഫർദർ ഇൻഫർമേഷൻ ഓൺ വോട്ട് ഓൺ അക്കൗണ്ട് സി അപ്പൻഡിക്സ് 7. അപ്പൻഡിക്സ് 7 വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വോട്ട് ഓഫ് ക്രെഡിറ്റ് ആൻഡ് എക്സെപ്ഷണൽ ഗ്രാൻറ്റ് അതും ചോദിച്ചിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ടതാണ്. വോട്ട് ഓൺ അക്കൗണ്ട് വോട്ട് ഓഫ് ക്രെഡിറ്റും വളരെ ആൻഡ് എക്സെപ്ഷണൽ ഗ്രാൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പാഠത്തിലൂടെ കടന്നു പോകുന്നത്. പാരഗ്രാഫ് 58 അണ്ടർ ആർട്ടിക്കിൾ 206 (1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഹാസ് ദ പവർ ടു മേക്ക് എ ഗ്രാൻറ്റ് ഫോർ മീറ്റിംഗ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ് upon the resource of the state. When on account of the magnitude or an indefinite character of the service, the demand cannot be stated with the details ordinarily given in an annual financial statement.
ദിസ് ഈസ് നോൺ ആസ് വോട്ട് ഓഫ് ക്രെഡിറ്റ്. ഈ അപ്രോപ്രിയേഷൻ ബില്ല്, അപ്രോപ്രിയേഷൻ ആക്ട്, വോട്ട് ഓൺ അക്കൗണ്ട്, വോട്ട് ഓഫ് ക്രെഡിറ്റ് എല്ലാം ഈ വെബ് പേജിൻ്റെ, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ് പേജിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് വായിക്കാം. This is known as vote of credit. Under the same article, legislator can also make an exceptional grant which form no part of the current service of any financial year. In both cases, demand for such grant made to the legislator will be dealt with the same way as in usual for demand for grant, subject to the such adaptation as the speaker may deem necessary or expedient. എന്നാൽ അതിൽ കീവേഡ് പറയാം: വോട്ട് ഓൺ അക്കൗണ്ട്, ആൻ അഡ്വാൻസ് ഗ്രാൻഡ്, വോട്ട് ഓൺ ക്രെഡിറ്റ്, എക്സെപ്ഷണൽ ഗ്രാൻഡ്, ലെജിസ്ലേറ്ററിലും ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഹാവ് പവർ മേക്ക്, അതെല്ലാം അതിൻ്റെ കീവേഡാണ്. പരീക്ഷയ്ക്ക് വന്നാണ് ചോദ്യം. ഞാൻ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും. 59ാമത്തെ പാരഗ്രാഫ്. A reduction made by the Assembly in a demand for grant will be distributed by the Finance Department among the various heads included in the grant. Such occasions, however, only very rarely arise. അടുത്തത്, Memorandum of Variation between figures in the demand for grant and in the Appropriation Act. ഏത് പാരഗ്രാഫാണെന്ന് ഒരു പ്രാവശ്യം 2018 ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഓർമ്മിക്കുക, കാണാണ്ട് പഠിക്കണമെന്നില്ലാതെ ഓർമ്മിച്ചാൽ മതി. 53ാമത്തെ പേജിൽ 60ാമത്തെ പാരഗ്രാഫ്. ദ വേരിയേഷൻ ഇഫ് എനി ബിറ്റ്വീൻ ദ ഫിഗർ ഇൻ ദ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ലേഡ് ബിഫോർ ദ ലെജിസ്ലേറ്റർ ആൻഡ് ദ ഗ്രാൻഡ് ആർ ഫൈനലി വോട്ടഡ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ അപ്രോപ്രിയേഷൻ ആക്ട് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ സെക്രട്ടേറിയറ്റ്, അക്കൗണ്ട് ജനറൽ ആൻഡ് ദ കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അതങ്ങനെ ആ പാരഗ്രാഫ് പരീക്ഷയ്ക്ക് വന്നിട്ട് ഓക്കെ. ഇത് ബ്ലോഗ് ഉപയോഗിക്കുക, ബ്ലോഗിൽ ചോദ്യം ഉപയോഗിക്കുക, അതിൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മുഴുവൻ പരീക്ഷയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നേടാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.